ഞാനെന്താ ഫുട്ബോൾ ഗ്രൗണ്ടിൽ നിന്നല്ലേ ഒരു കഥ പറയാം. ആ കഥ നടക്കുന്നത് ഈ ഫുട്ബോൾ ഗ്രൗണ്ടിലാണ്. അപ്പോൾ കഥ കേൾക്കാം. ഇത് ഫെഡറിക് ഐസക് സോജൻ. ഫെബ്രുവരി 22, 2011 ന്യൂസിലൻഡിൽ ജനനം. ന്യൂസിലൻഡിലെ പാംസ്നോർത്തിൽ താമസിക്കുന്ന പ്രീതി സോജൻ ദമ്പതികളുടെ മകൻ. എറിക്കും ഡൊമിനിക്കുമാണ് സഹോദരന്മാർ. തൻ്റെ 4-ാം വയസ്സിൽ ഫുട്ബോൾ പരിശീലനം തുടങ്ങിയ ഫെഡറിക് പല ക്ലബ്ബുകളിലായി ന്യൂസിലൻഡിലും പുറത്തും ഒക്കെ ഒട്ടേറെ വലിയ ടൂർണമെൻറ്റുകളിൽ മികച്ച വിജയം നേടി. ഇപ്പോൾ പാംസ്നോർത്ത് യുണൈറ്റഡ് അക്കാദമിയുടെ അണ്ടർ-14 ക്യാപ്റ്റനായ ഫെഡറിക് ക്രൈസ്റ്റ് ചർച്ച് ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റിൽ റണ്ണേഴ്സപ്പ് ആവുകയും മികച്ച പ്രകടനത്തിനുള്ള സ്പെഷ്യൽ മെൻഷൻ നേടുകയും ചെയ്തു. പാംസ്നോർത്ത് ബോയ്സ് ഹൈസ്കൂൾ വിദ്യാർത്ഥിയായ ഫെഡറിക് ഫുട്ബോൾ കൂടാതെ കരാട്ടെ ബ്രൗൺ ബെൽറ്റ് നേടുകയും നാഷണൽ ലെവലിൽ ബൈബിൾ ക്വിസ് മത്സരത്തിൽ 2ാം സമ്മാനം നേടിയ ടീമിൻ്റെ ഭാഗമാവുകയും ചെയ്തിട്ടുണ്ട്. ബെസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂഷനുള്ള ട്രെഡ്ജ് ഷീൽഡ് പുരസ്കാരം നേടിയ ഫെഡറിക്കിന്റെ വിശേഷങ്ങൾ കേൾക്കാം. ഹായ് ഫെഡറിക്. ഹായ്. ഫസ്റ്റ് ഓഫ് ഓൾ ഹ്യൂജ് കൺഗ്രാറ്റുലേഷൻസ് മോനെ, representing the whole entire Malayali community across the world. Thank you. Super proud of you. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗസ്റ്റ് ഫെഡറിക് സോജൻ. സംസാരിച്ചു തുടങ്ങാം. യെസ്, അപ്പോൾ നമുക്ക് സംസാരിച്ചു തുടങ്ങാം. ഓക്കെ, വൈ ഫുട്ബോൾ? എന്തുകൊണ്ട്? നമുക്ക് ഇഷ്ടംപോലെ ഗെയിംസ് ഉണ്ട്, നമുക്ക് ഇഷ്ടംപോലെ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ ഒരുപാട് നിങ്ങളുടെ സ്കൂളിലും ഒക്കെ ഉണ്ടാവും. എന്തുകൊണ്ട് ഫുട്ബോൾ സെലക്ട് ചെയ്തു? ഞാൻ ഫുട്ബോൾ സെലക്ട് ചെയ്തത് because although like it's a sport that brings people together, like all across the world, like other like or it's a sport of teamwork, connections, confidence. Like it brings a lot to like others and it brings joy to many people. Yes. And for me, it just since 4 years old, it was a good sport and I enjoyed playing it. Wow. ഓക്കെ, അതായത് 4 വയസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് അല്ലേ? മലയാളി പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്ന ഏത് നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ഫുട്ബോൾ നമ്മളെ അല്ലേ നമ്മളെ നെഞ്ചിലുണ്ടത്. അപ്പോൾ അത് അവിടുന്ന് ഒരു 4 വയസ്സായപ്പോൾ നമ്മൾ ട്രെയിൻ ചെയ്യാൻ തുടങ്ങിയതാണ് അല്ലേ? ഇപ്പോൾ നമ്മൾ പല ക്ലബ്സിലൊക്കെ ആയിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ കേട്ടു ഫെഡറിക് ഓൾറെഡി ട്രെയിൻ ചെയ്ത് തുടങ്ങിയെന്ന് അല്ലേ? 2009 കേരളം വിട്ട് നമ്മൾ ന്യൂസിലൻഡ് പോലെ ഒരു കൺട്രിയിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നത് അല്ലേ? ഒരുപാട് ചാലഞ്ചസ് ഓഫ് കോഴ്സ് ഫേസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? നമ്മൾ ഒരുപാട് കൾച്ചറൽ ഡിഫറൻസ് ഒക്കെ ഉള്ളതാണ്, ഒരുപാട് ഇഷ്യൂസ് ഒക്കെ തുടക്കത്തിൽ ഫേസ് ചെയ്തിട്ടുണ്ടാവും. വാട്ട് വാസ് ദ ചാലഞ്ചസ് യു ഫേസ് ഇൻ ദ ബിഗിനിങ്? I didn't really face I was born here, so like I was pretty like most people, like the start was hardest, but like now it's become more easier as we like go into the culture and we understand it, and now we're like the culture's in us now, so we understand New Zealand culture now. So now it's easier. നമ്മള് തുടക്കത്തിലൊക്കെ ഫേസ് ചെയ്യുന്നതൊക്കെ പിന്നെ നമുക്കത് ഒരു ഡെയിലി നമ്മൾ ഓരോ ദിവസവും നമ്മളത് യൂസ്ഡ് ആയിട്ട് വരികയാണ് അല്ലേ? നമ്മൾ നേരത്തെ സംസാരിച്ചു വന്നതിന്റെ ഒരു കണ്ടിന്യൂഷൻ പോലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ബീൻ ദ ടഫസ്റ്റ് പാർട്ട് living abroad? Toughest part is probably like in the family motta avadaya just like everyone's there. Pinne like I only get to go there like probably like 2-3 times per like probably every 3 years we go one time. അല്ലെ അങ്ങനെ പോലെ എന്റെ ആദ്യ കുർബാന അവിടെയാണ്, മാമൂദിസ അവിടെയാണ്. സോ ലൈക്ക് ഐ ഹാവ് സോ മച്ച് ഫാമിലി. നമ്മുടെ റൂട്ട്സ് ഇപ്പോഴും അവിടെയാണ് അല്ലേ? നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യൂ അല്ലേ? അതെ, അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ റൂട്ട്സ് ഒക്കെ നമ്മളെ അല്ലേ നാട്ടിലാണ്. അതെ. അത് നമുക്ക് എനിക്കത് എല്ലാ മലയാളികൾക്കും ഏത് നാട്ടിലുള്ള ആൾക്കാർക്കാണെങ്കിലും അത് കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ? നമ്മളെ റൂട്ട്സ് ഒക്കെ എപ്പോഴും അവിടെയാണ്. നമ്മളെ എപ്പോഴും നമ്മൾ ചിന്തിച്ച് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വരുമ്പോൾ നമ്മളെ ജസ്റ്റ് ഒരു സ്മോൾ ഫാമിലി മാത്രമേ നമ്മളെ കൂടെ ഉണ്ടാവും. ഫെഡറിക്, എനിക്കറിയാം ഒരുപാട് തവണ വിക്ടറി സ്റ്റാൻഡിൽ ആ പോഡിയത്തിൽ വളരെ പ്രൗഡായിട്ട് നിൽക്കാനുള്ളൊരു അവസരം നമുക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലേ? ബെസ്റ്റ് പ്ലെയർ ആയിട്ടുണ്ട്, ചാമ്പ്യൻ ആയിട്ടുണ്ട്, റണ്ണർ അപ്പ് ആയിട്ടുണ്ട് ഒരുപാട് തവണ അല്ലേ? അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു വിക്ടറി സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ നമ്മൾ അത്രയും ക്രൗഡ്, നമ്മളെ പ്ലേയേഴ്സ്, നമ്മളെ കോച്ചസ് അല്ലേ, നമ്മളെ ഫ്രണ്ട്സ്, നമ്മളെ ഫാമിലി ഒക്കെ നമുക്ക് വേണ്ടി ഇങ്ങനെ ചീർ ചെയ്യുമ്പോൾ എന്താണ് എപ്പോഴും മനസ്സിൽ വരിക? Like and മനസ്സിൽ like എൻ്റെ ഫാമിലി like എൻ്റെ ഫ്രണ്ട്സ് ഫാമിലി everyone ഈ പോഡിയം ഈ കഷ്ടപ്പെട്ട് അങ്ങനെ അവിടെ എത്തിയ like this like how much they worked hard for me to get there. And it's just a sense of pride representing my family, and I wish to do more in the future. Yes, of course. ഫെഡറിക്, നമ്മളിപ്പോൾ ഒരുപാട് ടൂർണമെൻറ്റ്സ് ഒക്കെ ബിഗ് ടൂർണമെൻറ്റ്സ് ഒക്കെ നമ്മൾ കളിച്ചു, നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്തു, പല കൺട്രീസിലൊക്കെ പോയി കളിച്ചു അല്ലേ? അപ്പോൾ എപ്പോഴും വാട്ട് ആർ ദ പ്രിപ്പറേഷൻസ് യു ടു ഫോർ ലൈക്ക് ഏത് ഒരു ടൂർണമെൻറ്റ് കളിക്കുന്നതിന് മുമ്പേ വാട്ട് ആർ ദ പ്രിപ്പറേഷൻസ് യു ടു ഫോർ യുവർസെൽഫ്?
ആദ്യത്തെ എൻ്റെ മൈൻഡ് ഞാൻ prepare. Like I first have to like have the mindset to do what I'm going to do. So I'd say just breathing in, breathing out. It's a simple one. Helping the mind feel relaxed and not nervous about the tournament. അതൊക്കെ രണ്ടാമത്തെ physical. So അതേപോലെ like strength അങ്ങനെ പോലെ footwork അങ്ങനെ പോലെ. So then when I get there I'm strong and I can play against people that are stronger than me or അതെ, എപ്പോഴും ഫിസിക്കൽ ഗെയിം ആണെങ്കിൽ പോലും നമ്മളെ മൈൻഡ് ആണ് അല്ലേ ഫസ്റ്റ് നമ്മളെ ഗ്രൗണ്ടിലേക്ക് അല്ലേ, നമ്മൾ മെന്റൽ പ്രിപ്പറേഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ് അല്ലേ. യെസ്. എപ്പോഴും ഒരു ബിഗ് ടൂർണമെന്റിന് ഇറങ്ങുമ്പോൾ ഫസ്റ്റ് നമ്മൾ ആ ലൈൻ ക്രോസ് ചെയ്ത് ഇങ്ങനെ കയറുമ്പോൾ എന്താണ് ഫസ്റ്റ് മനസ്സിൽ വരിക? What comes in your mind when I should go? Like cheerful and like pride and that my hard work paid off. And that like all the sufferings, everything that I had to go through to get there has all paid off. Yes. ഓരോ ഗെയിമിൽ ഏറ്റവും ബെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് മനസ്സിലായത് അല്ലേ? All the ups and downs. Nice. Yes. അപ്പോൾ നമ്മൾ ഫുട്ബോളാണ് എപ്പോഴും ഒരു പ്രൈമറി അല്ലേ, നമ്മളൊരു ഫസ്റ്റ് ചോയ്സ് എപ്പോഴും ഫുട്ബോളാണ്. എന്നാലും അതർ ദാൻ ഫുട്ബോൾ what all things you enjoy? I enjoy doing karate. I'm a brown belt in karate. So nice. I have like 3 more belts and then I'm black. Wow. Other game I do a lot of running. So I am in the school cross country team. Okay. Our team like കഴിഞ്ഞ വർഷം ഞങ്ങൾ third nationally third കിട്ടി. Okay. Like as a school. Okay. All the runners. ഞാൻ regionally ഇവിടെ മനോട്ടു അങ്ങനെ പോലെ regionally second കിട്ടി. Yes. അത് കഴിഞ്ഞിട്ട് സ്കൂളിൽ മൂന്നാമത്തെ കിട്ടി. So I like running and karate. Okay. And I also do futsal. It's indoor football. I don't do like tournaments, just training. Just training. Okay. Just you just enjoy everything. Okay. നമ്മള് സ്പോർട്സിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതർ ദാൻ സ്പോർട്സ് എങ്ങനെയാണ് ഒരു റിലാക്സ് ചെയ്യുന്നത്? ഇപ്പൊ നമുക്ക് എന്താ പറയുക, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ഫിസിക്കലി നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ വീട്ടിലിരിക്കുമ്പോ നമ്മൾ സ്വസ്ഥമായിട്ടിരിക്കുമ്പോ എന്തൊക്കെയായിരിക്കും നമുക്കൊരു റിലാക്സ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, എന്തായിരിക്കും അത്? I like my hobbies are like reading books and like calming the mind down. I like sometimes with my friends if we kind of sometimes probably hang out or like just talk on the phone or like chat. Sometimes we play video games. That's like not often, but I play with my friends. Nice. And and I really enjoy spending my time off football and like relaxing my mind, so I'm ready for the next game. Okay. ഫെഡറിക്കിന് എനിക്ക് പേഴ്സണലി നമ്മളെ കേരള അസോസിയേഷൻ ഓഫ് വാട്ടു മലയാളം ക്ലാസ്സസ് ഒക്കെ നടത്തിയപ്പോൾ മലയാളം ക്ലാസ്സിൽ ഏറ്റവും ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്ന സ്റ്റുഡന്റ് ആണ്. ഒരുപാട് എനിക്കറിയാം. അതല്ലാതെ കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസിലൊക്കെ എപ്പോഴും സജീവമായിട്ടുണ്ടായിരുന്ന ഫാമിലിയാണ് ഫെഡറിക്കിന്റെ ഫാമിലി. ഫെഡറിക്, നമ്മൾ സക്സസ് ഉണ്ടാകുമ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ കൂടെ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അല്ലേ? അതുപോലെ തന്നെ ഫെയിലിയർ വരുമ്പോഴും നമ്മൾ ചിലപ്പോൾ നമ്മളത് ഒറ്റയ്ക്കായി പോകും, ഫേസ് ചെയ്യേണ്ടി വരിക. ഓക്കെ, നിങ്ങൾ എങ്ങനെയാണ്, ഹൗ ഡു യു മാനേജ് സക്സസ് ആൻഡ് ഫെയിലിയർ അറ്റ് ദ സെയിം ടൈം? ഒരു സക്സസ് വരുമ്പോഴും ഒരു ലോസ് വരുമ്പോഴും എങ്ങനെയായിരിക്കും അത് മാനേജ് ചെയ്യുന്നത്? അത് like I just think about like what I've gone through to get there. And if like let's say I got a success, I would be so happy. If I got a failure, then I would just look at myself in the mirror and like think that like it's just one thing. Doesn't stop me from achieving my goal of being a footballer, right? So all the failures we make, all the mistakes we make, those are just like those are stepping stones to like success, right? So those will help us to get like it as a football player and develop, because like Maldini, Ronaldo, Messi, young footballers, like they all failed. They've lost Champions Leagues, they've lost World Cups before, but then that didn't stop them, right? They kept on going, and look how where they are right now. Everyone views as their like idol. So like that's beautiful അല്ലേ? അത് ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര വലിയൊരു കോപ്പിംഗ് ടെക്നിക്കാണ് പറഞ്ഞത് അല്ലേ? ചെറിയൊരു ഏജിൽ അവനത് മനസ്സിലാക്കി എന്നുള്ളതാണ്. സൂപ്പർ പെട്ടാ മോനെ. യെസ്. ഫുട്ബോൾ പോലൊരു ഗെയിമിൽ നമ്മൾ ജസ്റ്റ് നമ്മൾ ആ ഒരു 90 മിനിറ്റ്സിൽ നമ്മൾ എങ്ങനെ പ്ലേ ചെയ്യുന്നു എന്നുള്ള പോലെയാണ് അല്ലേ? അപ്പോൾ നമ്മൾ സക്സസ് മാത്രമല്ല, നമ്മൾ ചിലപ്പം ഫെയിൽ ആവാം അല്ലേ? നമ്മൾ ലോസ് കൂടെ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇതുവരെ കളിച്ചതിൽ ഏറ്റവും ടഫസ്റ്റ്, നമ്മളൊരു ഭയങ്കര എന്താ പറയണ്ടേ, ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു ഗെയിം എന്തായിരിക്കും? There's lots, പക്ഷേ like probably mains. So ഈ വർഷം ഏപ്രിൽ ഞങ്ങൾക്ക് ഒരു ടൂർണമെന്റ്, സ്കൂൾ ടൂർണമെന്റ് ഉണ്ടായിരുന്നു. അത് അവിടെ ഒരു like Wellington teams, Auckland teams, not every team, പക്ഷേ like main teams ഉണ്ടായിരുന്നു. സോ അത് ഒരു ക്വാളിഫൈങ് ടൂർണമെന്റ് ആണ്. സോ ആ ടൂർണമെന്റ് ഞങ്ങൾക്ക് സാറ്റർഡേ സെക്കൻഡ് ആയി, ബിക്കോസ് എനിക്ക് ഞങ്ങൾ പെനൽറ്റി ഷൂട്ട് ഔട്ട് ആണ് ഈ ഫൈനലിൽ.
അതൊക്കെ എൻ്റെ പെനൽറ്റി ആകുമ്പോൾ ഞങ്ങൾ 4-4 ആണ്. അവർ ഒരെണ്ണം മിസ് ചെയ്തു, ഞങ്ങൾ ഒരെണ്ണം മിസ് ചെയ്തു. പക്ഷേ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. സോ ഞാൻ ഓർത്തു ഞാൻ സ്കോർ ചെയ്യാൻ പോകണം, പക്ഷെ മിസ് ചെയ്തു സാഡ്ലി. അവർ സ്കോർ ചെയ്തു, അതൊക്കെ ഞങ്ങൾ തോട്ട് പോയി. Yeah, sadly, angana like it happens in life, and we just gotta carry on and just go improve on the next tournament. Maybe another one was it was in Christchurch a couple of years ago. We came second. Again. It was we lost their game 1-0. It was the last 5 minutes in that game. And I was in the midfield. Basically, we lost the ball up front, and they were dribbling. And then they took a shot, and it kind of deflected off my foot, and it went over the keeper and in. So I guess it was probably it was hard to like lose, and I felt really discouraged after that. But I keep on going, and now I'm here. Nice. I'm still building up my football career. To professional level. എനിക്കറിയാം ക്യാപ്റ്റൻ ആണ്. ഏത് പൊസിഷനാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് കളിക്കുന്നത്? എനിക്ക് ഏറ്റവും the position that I love the most probably midfield, attacking midfielder. ഞാൻ usually മൈൻഡ് ഗെയിം ആണ്. സോ അവരിങ്ങനെ പോലെ പ്രസ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് വിൻ ചെയ്യും, അത് കഴിഞ്ഞിട്ട് ലോങ് ഷോട്ട് എടുക്കണം, അത് കഴിഞ്ഞിട്ട് അങ്ങനെ. പിന്നെ എപ്പോഴും ഏത് ഫുട്ബോളറിനെ കണ്ടാലും നമ്മൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഭയങ്കര ക്ലീഷ ക്വസ്റ്റ്യൻ ആണെന്ന് അറിയാം. ഏറ്റവും ഫേവറേറ്റ് പ്ലെയർ ആണ്? എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പ്ലെയർ Cristiano Ronaldo. And ever since I was a little kid, I loved watching his games. Like when he was at Real Madrid in his prime, he was like really good, and like even though he lost some games, even though like people would like taunt to make fun of him, he would still go. And like I had the attitude as well. He has the attitude, I look up to him. He has the attitude of like not giving up. And he made some mistakes and failures along the way, but then like let's say the 2009 Champions League final, he lost it to Messi's Barcelona, but even though he lost that, he kept on going, and then now I think he has 5 Champions Leagues. So like even though he made a mistake, he kept on going. So that's why I idolize him. True. Like Sue. ഇപ്പം ചാമ്പ്യൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോഴും ബെസ്റ്റ് പ്ലെയർ ആയിട്ടുള്ള എല്ലാവരും ഒരു ലൈഫിൽ എപ്പോഴും ഇങ്ങനെ ഈ പറയുന്ന പോലെ എപ്പോഴും ഒരു ബിഗസ്റ്റ് ഫെയിലർ ഫേസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇത് ടീമിന്റെ ഗെയിംസ് ആണ് ഫോളോ ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഫേവറേറ്റ് ടീം ever since probably 2013 അങ്ങനെ പോലെ 2015 എൻ്റെ ഫേവറേറ്റ് ടീം എൻ്റെ ബ്രദർ സപ്പോർട്ടിൻ്റെ ടീം ഞങ്ങളെല്ലാവരും മാഞ്ചസ്റ്റർ സിറ്റി. അവരെ ഞാൻ ലൈക്ക് വലിയ ലൈക്ക് സപ്പോർട്ടറാണ്. ഐ ലവ് വാച്ചിങ് ദ ഗെയിംസ്, and I love the manager Pep Guardiola. Manager. My favorite player right now would be it used to be Kevin De Bruyne, but he left. Probably either Bernardo Silva or Erling Haaland. അവർ നല്ല പ്ലേയേഴ്സാ. എന്തൊക്കെയാണ് what are your like നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ എയിം ചെയ്യുന്നത്? what are your dreams, എന്തൊക്കെയാണ് future plans? My dreams is like probably to get into a professional academy, so I'll either do that by trying to get into the New Zealand team and maybe get scouted from there, or I would go abroad and probably study and then as well play and try to get scouted. Nice. അത് പറയുമ്പോൾ ഓൾറെഡി നമ്മൾ ട്രയൽസിൽ എത്തിയിട്ടുണ്ട് അല്ലേ? ന്യൂസിലൻഡ് ടീമിലേക്ക് കയറാനുള്ള നോക്കിയേ ഇത് എന്നല്ലേ, നമ്മൾ നാട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ട് ന്യൂസിലൻഡ് ടീമിലേക്ക് കയറാൻ നിൽക്കുകയാണ് ഒരാൾ അല്ലേ? അപ്പോൾ നമ്മൾ ഓൾറെഡി ട്രയൽസിലാണ്, നമ്മളതിൽ ഇനി ഫോളോ അപ്പ് ആയിട്ടുള്ള നമ്മൾ ട്രെയിനിങ്സ് ഒക്കെ വരുന്നുണ്ട് അല്ലേ? ഓക്കെ. ഇനി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ, ഇപ്പം നമുക്കറിയാം ഒരുപാട് പേര് നമ്മളെ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്നൊക്കെ പോയി പല കൺട്രീസിലൊക്കെ ഇപ്പം ഫെഡറിക്കിനെ പോലെ തന്നെ ഏതെങ്കിലും വേറെ കൺട്രിയിൽ ജനിച്ച ആൾക്കാരൊക്കെ ഉണ്ടാവും. കുറേ പേര് ഫുട്ബോളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ പല വോളിബോൾസ് അല്ല ഏതെങ്കിലും ഗെയിംസിലൊക്കെ ആക്റ്റീവായിട്ട് വരുന്നു. അവർ ട്രെയിൻ ചെയ്ത് പ്രൊഫഷണലി അവർ മുമ്പോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ള യങ് പ്ലേയേഴ്സിൻ്റെ അടുത്ത് വാട്ട് ഈസ് യുവർ മെസ്സേജ്? അതിന് യു ആർ ട്രെയിനിങ് സം യുവർ ജൂനിയർ ടീം ഓൾറെഡി. അപ്പോൾ എന്താണ് വാട്ട്സ് യുവർ മെസ്സേജ് ഫോർ them? What I would say, like I always say this to the team I coach, is that even though you make a mistake during the game, don't let that stop you. Like you should keep on going. You shouldn't give up. Like when I was a little kid, I would always give up. But like one thing my dad and mum always told me is like failure is just an illusion, and like the real thing is behind it. If you keep on going, you get success. What a message, man. What a message, അല്ലേ? നെവർ എവർ ഗിവ് അപ്പ്. അതിപ്പോൾ സ്പോർട്സിലാവട്ടെ ലൈഫിലാവട്ടെ അല്ലേ, വാട്ട് എവർ തിങ്സ് യു ഫേസ് അല്ലേ, പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യുകയാണെങ്കിലും നെവർ ഗിവ് അപ്പ്.
Frederick, thanks a lot for your time. As a football player, എനിക്കറിയാം യു ആർ ഡൂയിങ് ആൻ അമേസിങ് ജോബ് കേട്ടോ. ആസ് എ പേഴ്സൺ ഈ ഒരു ചെറിയൊരു യങ് ഏജിൽ തന്നെ ഇത്രയും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള എങ്ങനെയാണ് നിങ്ങൾ സക്സസും ഫെയിലറൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളതൊക്കെ ഭയങ്കര സോ ഇൻസ്പയറിങ് കേട്ടോ. എനിക്കറിയാം ഒരുപാട് യങ് ഫുട്ബോൾ പ്ലേയേഴ്സ് നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ട്. അവർക്കെല്ലാം ഇതൊരു മോട്ടിവേറ്റിംഗ് ഒരു ടോക്കായിട്ട് തീരട്ടെ കേട്ടോ. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് യു. നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ലോകം അറിയുന്ന ഒരു ഫുട്ബോൾ പ്ലെയർ ആയിട്ട് തീരട്ടെ കേട്ടോ. ഓൾ ദ ബെസ്റ്റ് യു. നമ്മൾ ഇന്ന് കേട്ടത് ഉദിച്ച് ഉയർന്നു വരുന്ന ഒരു ഫുട്ബോൾ താരത്തിൻ്റെ കഥയാണ്. ലോകമെമ്പാടുമുള്ള എല്ലാ കുട്ടി താരങ്ങൾക്കും ഇതൊരു വലിയ മോട്ടിവേഷനായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ പുതിയൊരു കഥയുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.